പീരിയോഡിക്കൽ മെയിൻ്റെനൻസ് ഇല്ലാത്തതിൻ്റെ മെയിൻ ഒരു റീസൺ കാണിച്ചു തരാം കേട്ടോ. ബ്രേക്കില്ല എന്ന് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിസർവോയർ ടാങ്ക് അഴിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്തെ അവസ്ഥ ഇത് കാണുന്ന ചളി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പീരിയോഡിക്കൽ മെയിൻ്റെനൻസ് എന്ന് പറയുന്നത് അതൊരു ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഘടകം തന്നെ ഏതൊരു വണ്ടിയിലാണെങ്കിലും. കാരണം നെറ്റിലും ബോൾട്ടിലും ഓടുന്ന മെഷീൻസാണ് അതൊക്കെ. ഏത് നിമിഷം അതിന് തേയ്മാനം സംഭവിക്കാം, എന്തും സംഭവിക്കാം. ഒരു സിവിയർ ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് പോകുന്നതിന് മുന്നേ, അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ വഴിയിലൊക്കെ ബ്രേക്ക് ഡൗൺ ആയി കിടക്കുക അങ്ങനെയൊക്കെ വരുന്നതിന് മുന്നേ, അല്ലെങ്കിൽ അങ്ങനെ വരാതിരിക്കാനായിട്ട് കുറേ പ്രിക്കോഷൻസ് എടുക്കുക. അതാണ് ഈ പറയുന്ന പീരിയോഡിക്കൽ മെയിൻ്റെനൻസ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ചെറിയ ചെറിയ വർക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആ സമയത്ത് തന്നെ അത് പ്രോപ്പറായിട്ട് ചെയ്ത് പോകാൻ നോക്കുക. അല്ല ഇപ്പോൾ ഓയിൽ ഇപ്പം മാറണ്ട, കുറച്ചും കൂടി ഓടട്ടെ എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ അതിനനുബന്ധമായിട്ട് വേറെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓയിലിൻ്റെ കാര്യത്തിൽ മെയിനായിട്ട് ഓയിൽ നമ്മളെല്ലാവരും സ്കിപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിൽ കണ്ടായിരുന്നു, ഓയിൽ വെറുതെ കരിക്കട്ട പോലെ ഇരിക്കുക. അപ്പോൾ ഈ ഓയിലിൻ്റെ ഇതെന്ന് പറയുന്നത് ഒരു 3000 എംഎയുടെ ഒരു ടൈം പറയുന്നത്. 3000 കിലോമീറ്ററിൽ ഓയിൽ ചേഞ്ച് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 3000 കിലോമീറ്റർ എന്നുള്ളത് ഒരു 2900 ആ ഒരു സമയമാകുമ്പോഴത്തേക്കും ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ ഒരു 2800 850 ആകുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ വണ്ടിയുടെ ഓയിൽ ഞാൻ ചേഞ്ച് ചെയ്യും. അപ്പോൾ പീരിയോഡിക്കൽ മെയിൻ്റെനൻസ് ഇസ് ദ മെയിൻ പാർട്ട് ഓഫ് അവർ വർക്ക്. അത്രേ ഉള്ളൂ.